പ്രൈസ് ദി ലോർഡ്. മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 46-ാം തിരുവെഴുത്ത് പ്രകാരം വിളിച്ച് പറയുന്നു. അവൻ എരിഹോവിലെത്തി. പിന്നെ ശിഷ്യന്മാരോടും വലിയ പുരുഷാർത്ഥത്തോടും കൂടി എരിഹോവിൽ നിന്ന് പുറപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. അവൻ എരിഹോവിൽ നിന്ന് പുറപ്പെടുമ്പോൾ തിമായിയുടെ മകനായിരിക്കുന്ന ബർത്തിമായി എന്ന കുരുടനായ ഒരു മനുഷ്യൻ ആ വഴിയരിയിൽ ഭിക്ഷ യാചിച്ചിരിക്കുന്നുണ്ടായിരുന്നു. യേശു അവൻ്റെ മുമ്പിൽ കൂടെ കടന്നു പോകുമ്പോൾ അവൻ അടുത്തിരുന്ന മനുഷ്യനോട് ചോദിച്ചു, ആരാ ഇതുവഴി പോകുന്നത്? അപ്പോൾ രണ്ട് കണ്ണിനും കാഴ്ചയുള്ള മനുഷ്യൻ ഈ ബർത്തിമായോട് പറഞ്ഞു, ഇതുവഴി കടന്നു പോകുന്ന നസറന യേശുവാ. നസറന യേശുവെന്ന് കേട്ടിട്ട് അവൻ ദാവീദിൻ്റെ പുത്രവും എന്നോട് കണ്ണു തോന്നണമെന്ന് പറഞ്ഞു നിലവിളിക്കാൻ തുടങ്ങി. ആ മനുഷ്യൻ ജീവിതത്തിൽ ഒരിക്കൽ പോലും വേദപുസ്തകത്തിനകത്ത് ഒരധ്യായം പോലും വായിച്ചിട്ടില്ല. പഴയ നിയമപുസ്തകമോ സങ്കീർത്തനമോ വെളിപ്പാടോ പ്രവചന പുസ്തകങ്ങളോ ഒന്നും പഠിച്ചിട്ടില്ലാത്ത ഈ മനുഷ്യനോ ശബ്ദമുയർത്തി താൻ വിളിക്കുക, ദാവീദിൻ്റെ പുത്രവും എന്നോട് കണ്ണു തോന്നണമേ. താൻ എങ്ങനെ ഗ്രഹിച്ചു എൻ്റെ മുമ്പിൽ കൂടെ പോയതോ ദാവീദിൻ്റെ ഗോത്രത്തിൽ പിറക്കപ്പെട്ടവനാണ്? എങ്ങനെയാണ് അവൻ ആ ശബ്ദമുയർത്തി വിളിക്കുവാൻ കഴിഞ്ഞത്? അവനതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ദാവീദിൻ്റെ പുത്രവും എന്നോട് കണ്ണു തോന്നണമേ. ഇവൻ കരുണാസമ്പന്ന യേശുവാണെന്നും ദാവീദിൻ്റെ കുലത്തിൽ പിറക്കപ്പെട്ടവനാണെന്നും ഒരിക്കൽ പോലും ഈ മനുഷ്യൻ അറിയത്തില്ല. എന്നിട്ടും അവൻ നിലവിളിച്ചുകൊണ്ടിരിക്കുക, ദാവീദിൻ്റെ പുത്രവും എന്നോട് കരുണ കാണിക്കണം. ഹല്ലേലൂയ. അവൻ യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാർ മുഴുവൻ തിരിഞ്ഞെന്നിട്ട് ഇവനോട് പറഞ്ഞു മിണ്ടാതിരിക്കാൻ. അവനെ അമർച്ചയായി ശാസിപ്പാൻ തക്കൊണ്ട് മടിയായി തുടങ്ങി. അവനെ ഇവർ മിണ്ടാതിരിക്കാൻ കൽപ്പിച്ചിട്ടും അവൻ അടങ്ങിയിരുന്നില്ല. അവൻ പിന്നെയും നിലവിളിക്കാൻ തുടങ്ങി. അത് ഉച്ചത്തിൽ നിലവിളിക്കാൻ തുടങ്ങി, ശക്തിയോടെ നിലവിളിക്കാൻ തുടങ്ങി. അവൻ്റെ ശബ്ദത്തിൻ്റെ ഗംഭീര മുഴക്കം യേശുവിൻ്റെ കാതുകളിൽ മുഴങ്ങി. യേശുവിൻ്റെ ശബ്ദത്തിന് മുമ്പിൽ നിന്നു. അവൻ അല്പനിമിഷത്തിന് മുമ്പ് കർത്താവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാർ പറഞ്ഞു മിണ്ടാതിരിക്കാൻ. പക്ഷെ യേശു അവരോട് പറഞ്ഞു, അവനെ ഇങ്ങോട്ട് വിളിപ്പിൻ. ദൈവമക്കളെ, ഈ പകൽക്കാലം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കാം. അവൻ ഇതിനു മുമ്പ് ഇവൻ്റെ മുമ്പിൽ കൂടെ യെരുശലേം ദേവാലയത്തിലെ റാസ പോയി കാണും. അവിടുത്തെ രാജാവും പരിവാരങ്ങളും ഇവൻ്റെ മുമ്പിൽ കൂടെ പോയി കാണും. അന്നൊന്നും ഇവൻ ആരോടും ചോദിച്ചില്ല ആരാ ഇതുവഴി പോയെന്നോ. പക്ഷെ ഇപ്പം അവനൊരു പ്രത്യേകതയുണ്ടായി. അവൻ്റെ മുമ്പിൽ കൂടെ പോയവൻ്റെ ശബ്ദം അവൻ്റെ കാതുകളിൽ മുടങ്ങും മാത്രമല്ല, അവൻ്റെ അകത്തൊരു വെളിച്ചമായി അവൻ ഇറങ്ങാൻ തക്കൊണ്ട് മിടിയായി തുറന്നു. ഹല്ലേലൂയ. അവൻ യേശുവിനെ ഒന്ന് തിരിച്ചറിയുവാനും ഒന്ന് രുചിച്ചറിയുവാനും തക്കവണ്ണം അത് കാരണമായി. അവൻ്റെ നിലവിളി വെറുതെയായില്ല. അവൻ നാളിലെ ഭിക്ഷയ്ക്ക് ഉപയോഗിച്ചിരുന്ന പുതപ്പ് അവൻ എന്നേക്കുമായി ഗുഡ് ബൈ പറഞ്ഞു. അവൻ അറിയാം എന്നെ വിളിച്ചത് യേശുവാ, എന്നെ സൗഖ്യമാക്കാൻ കഴിയുന്നവൻ യേശുവാ, എന്നെ വിടിവിപ്പാൻ കഴിയുന്നവൻ യേശുവാ. അതുകൊണ്ട് അവൻ സകലതും വിട്ടട്ട ആ വിളി കേട്ട ആ ശബ്ദത്തിന് മുമ്പിൽ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തു. ആമേൻ. മിണ്ടാതിരിക്കാൻ പറഞ്ഞ ശിഷ്യന്മാരോ ഇപ്പോൾ വന്ന് അവനോട് പറഞ്ഞു, യേശു നിന്നെ വിളിക്കുന്നു. പ്രൈസ് ഗോഡ്. ഇന്ന് ആമേൻ, ഈ വലിയൊരു നിമിഷം യേശു വിളിക്കുന്നു. ആമേൻ. നീ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണോ? നിന്റെ കാതുകൾ യേശുവിന് വേണ്ടി ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? നിന്നെ തന്നെ കർത്താവിന് വേണ്ടി ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുമോ? ആ വിളിയുടെ മുമ്പിൽ നീ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. ആമേൻ. ഒരു അത്ഭുതം സംഭവിക്കാൻ പോകാ. ഞങ്ങളെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഒരു അത്ഭുതം നിന്റെ ജീവിതത്തിൽ സംഭവിക്കണ്ടേ? ഇന്നലെ വരെ അനുഭവിക്കാത്തൊരു സമാധാനം ഇന്ന് പകൽ നിന്നെ അനുഭവിക്കണ്ടേ? നീ കാണാത്തത് ഇന്ന് പകലോ നിനക്ക് കാണണ്ടേ? ആമേൻ. യേശു വിളിച്ചപ്പോൾ തന്നെ അവൻ സകലതും വിട്ടോ എന്ന് പറഞ്ഞാൽ അവൻ ആശ്രയിച്ചിരുന്നത് മുഴുവൻ വിട്ടുകളഞ്ഞ
പറഞ്ഞിട്ടോ ആമേ റോമൻ സാമ്രാജ്യം കൊടുത്ത നാണയത്തുട്ടുകളും ആമേ നാളിലെ വഴിയിൽ കടന്നു പോകുന്ന ജനം കൊടുത്ത ആമേ നാളിലിയ നാണയത്തുട്ടുകളും ഒക്കെ ആ പുതപ്പിനകത്ത് അവൻ ഇട്ട് ചെന്ന് നീക്കുമായി അതിനോട് ഗുഡ് ബൈ പറഞ്ഞ് അവൻ നേരെ ഓടിപ്പോയത് യേശുവിൻ്റെ അരികിലേക്ക്. അവൻ അറിയാം എനിക്കിതിൻ്റെ ആശ്രയം വരത്തില്ല, ഞാൻ ഇന്നലെ ഇതിൽ ആശ്രയിച്ചു, അതുകൊണ്ട് ഇന്ന് പകൽക്കാലം എനിക്കിത് വേണ്ടെന്നും പറഞ്ഞ് അവൻ സകലതും വിട്ടിട്ട് അവൻ യേശുവിൻ്റെ അരികിലേക്ക് ഓടിയെത്തിയെങ്കിൽ ഇന്ന് പകൽക്കാലം നമുക്ക് എത്തുവാൻ കഴിയുന്നത് ഒരൊറ്റ ഇടമേ ഉള്ളൂ, അത് യേശുവിൻ്റെ പാദപീഠത്തിലാണ്. നമ്മെ ക്ഷണിക്കുന്നത് ഒറ്റയാളേ ഉള്ളൂ. ഇന്ന് അമ്മയെ നാളില്ല, ഈ സമയം നിങ്ങൾ ശ്രദ്ധിക്കുക. യേശു നിന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ആമയെ നിന്നെ ആമയെ സൗഖ്യമാക്കാതെ വിടുകയില്ല. യേശു നിന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ അനുഗ്രഹിക്കാതെ വിടത്തില്ല. നിന്നെ അനുഗ്രഹിക്കുന്ന ഒരു കർത്താവിൻ്റെ കരങ്ങളിലോ ആമേൻ ഈ നിമിഷം നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, നല്ല കർത്താവേ, സ്വർഗീയ പിതാവേ, ഞങ്ങളീ കേൾക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരോ ഈ പൽക്കായി ആമേൻ ഈ നിമിഷം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം അവരെ ഒരുക്കുമാറാക്കേണ്ടതിന് ഞങ്ങളുടെ ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പാ. സ്വർഗത്തിലെ ദൈവം കൂടെ ഇരുന്ന് ആമേ സമാധാനത്തിൻ്റെ ദൈവം അതേ വിളിച്ചവൻ വിശ്വസ്തനെന്നറിയുവാൻ തക്കവേണം. സ്വർഗത്തിലെ അപ്പൻ വിളിച്ചത് കൊണ്ട് ആ മനുഷ്യൻ സകലതും വിട്ട് യേശുവിനെ അനുഗമിച്ചതുപോലെ ഈ പകൽക്കാലം അതേ നിങ്ങൾക്ക് അവനെ അനുഗമിക്കാൻ കഴിയുമോ? ആമേ സഹോദര, നിനക്ക് യേശുവിൻ്റെ അരികിലേക്ക് എത്താൻ കഴിയുമോ? ഒരു ദൈവിക വിടുതൽ നടക്കുവാൻ, ഒരു ദൈവിക വിടുതൽ പ്രാപിപ്പാൻ തക്കവേണം സ്വർഗത്തിലെ ദൈവം ഈ ആമേ സമയം നമ്മെ ഒരുക്കട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. സർവ്വകൃപാലെ കർത്താവ് ആമേ നിമിഷം എല്ലാവരെയും ഞങ്ങളെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കുമാറാകട്ടോ. ദൈവം നിങ്ങളെ സഹായിക്കുമാറാകട്ടോ.